വിശിഷ്ടാതിഥികളെ, നമ്മുടെ കോട്ടിക്കുളം ജമാഅത്തിൻ്റെയും കിസ്വായുടെയും സംഘാടക സമിതി അംഗങ്ങളെ, സംയുക്തമായി സംഘടിപ്പിച്ച ജമാഅത്തിൻ്റെ അഭിവന്യരായ നേതാക്കന്മാരെ, ഭാരവാഹികളെ, എന്നെ ശ്രവിക്കാനെത്തിയ നല്ലവരായ സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫള് കൊണ്ട് ഈ റബീഉൽ അവ്വലിൻ്റെ രാവിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെയും അവിടുത്തെ ദർശനത്തെയും അവിടുത്തെ വഴികളെയും പഠിക്കുവാനും കേൾക്കുവാനും ചിന്തിക്കുവാനും നമ്മുടെ ശിഷ്ടജീവിതം ആ വഴികളിലൂടെ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തി കരസ്ഥമാക്കി മരിക്കുവാൻ അള്ളാഹു ഈ പുണ്യമായ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്തിന് അർഹതയുള്ള യോഗ്യതയുള്ളവരാരെല്ലാമാണോ അള്ളാഹു തെരഞ്ഞെടുത്തത്, ഈ പുണ്യമാസത്തിൽ ഒരുമിച്ച് കൂടിയതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും ആ യോഗ്യത നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മഹ്ശറ വൻസഭയിൽ വിചാരണയുടെ വേളയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഷഫാഅത്ത് ലഭിച്ചവരുടെ കൂട്ടത്തിൽ സ്വർഗീയ സോപാനം അലങ്കരിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, കഴിഞ്ഞ വർഷം കിസ്വ മാത്രം സംഘടിപ്പിച്ച പരിപാടിയാണ്. ഇപ്പോൾ ഈ ജമാഅത്തിൻ്റെ കമ്മിറ്റി, കോട്ടിക്കുളം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും കൂടി ചേർന്നുകൊണ്ട് വളരെ വിപുലമായ നിലയിലൊരു പരിപാടിയാണ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി വിജയിപ്പിക്കുമാറാകട്ടെ. മദ്രസയുടെ 50-ാം വാർഷികം. അപ്പോൾ 50 വർഷമായി ഈ മദ്രസ പണിതിട്ട് എന്ന് മനസ്സിലാകും. 50 വർഷം. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ അത് ഉടച്ചു വാർക്കേണ്ട സമയമായെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ പരിപാടി കഴിയുന്നതോടുകൂടി മദ്രസ പൊളിച്ച് പുതിയ മദ്രസ കെട്ടാനുള്ള അടിസ്ഥാനം, ബേസ്മെന്റിന് തുടക്കം കുറിക്കും എന്ന് മനസ്സിലാകുന്നു. അള്ളാഹു അതുപോലെ തന്നെ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. കാരണം കുഞ്ഞുമക്കൾ പഠിക്കുന്ന മദ്രസയാണ്. കാലപ്പഴക്കം ചെന്ന് കഴിഞ്ഞ് അതെങ്ങാനും പൊടിഞ്ഞ് തലയിൽ വീണാൽ നമ്മുടെ കുഞ്ഞുമക്കൾക്കാണ് അതിൻ്റെതായ ആപത്ത്. അള്ളാഹു അവരെ സംരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ആ വിഷയമൊക്കെ അവിടെ ഇരിക്കട്ടെ. അതൊക്കെ അതിൻ്റെ വഴി പോലെ അൽഹംദുലില്ലാഹ് പിന്നാലെ വരും, അതങ്ങ് നടക്കും. അള്ളാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് നമ്മൾ മദ്ഹ് ഗാനങ്ങൾ പാടുകയും നബിതങ്ങളെ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വന്ന വഴി എങ്ങനെയാണ്, അവിടുത്തെ ജീവിതം, അവിടുത്തെ മാതൃക എന്താണ്, അവിടുന്ന് വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ കൊച്ചാപ്പ മൂത്താപ്പമാർ സ്നേഹിച്ചത് എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ സ്വഹാബാക്കൾ നൽകിയ സ്ഥാനം എന്തായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് മാത്രം കേട്ട് പരിചയമുള്ള നമുക്ക് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഉലമാക്കൾ, ഫുഖഹാക്കൾ, മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ചരിത്ര രേഖകൾ നമ്മൾ പഠിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിന് നമുക്ക് ഇപ്പോൾ നൽകുന്ന ആദരവിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ നമുക്ക് നിബിധങ്ങളെ ആദരിക്കാൻ നമുക്ക് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അറിയണം, പഠിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം. അവിടുത്തെ ജീവിതവും നമ്മുടെ ജീവിതവുമായുള്ള ബന്ധമുണ്ടാക്കിയെടുക്കണം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് ഒരിക്കലും ഭൂഷണമല്ല. അപ്പോൾ അതുകൊണ്ട് ബഹുമാനികളെ, ഈ വിനീതൻ ഇന്നു മുതൽ 5 ദിവസത്തെ പ്രഭാഷണം ഈ പരിസരങ്ങളിലുണ്ട്. ഇവിടെ 2 ദിവസം, ഇത് കഴിഞ്ഞ 2 ദിവസം ചെറുക്കള, പിന്നെ ഒരു ദിവസം നായന്മാർ മൂല. ഇവിടെയെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാനാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഈ വിഷയങ്ങളുടെ തുടർച്ചയായിട്ട് നമുക്കതിങ്ങനെ ചർച്ച ചെയ്ത് പോകാൻ കഴിയും. ഒരു സ്ഥലം കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തും അതിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് പോകാൻ കഴിയും. അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് കേട്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആദ്യമായി ഞാൻ എന്നോടും പിന്നീട് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ,
ബഹുമാനപ്പെട്ട നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാനുള്ള കാരണം, ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സദസ്സിൽ കിസ്വ എന്ന പേര് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന എന്ന വിഷയമായിരുന്നു ഈ പേര് കണ്ടുകൊണ്ട് തുടങ്ങിയതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബയിൽ ചെയ്ത ദുആ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷം ചർച്ച ചെയ്തു. 5 പരമപ്രധാനമായ ദുആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ പൂമുഖത്ത് വെച്ച് നിറവേറ്റിയെങ്കിൽ അതിൽ ഒരു ദുആ പരമപ്രധാനമായ ദുആയായിരുന്നു. അത് നാമുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ നബിയുമായി ബന്ധപ്പെട്ടതാണ്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ وَمِنْ ذُرِّيَّتِنَا أُمَّةً مُسْلِمَةً لَكَ وَأَرِنَا مَنَاسِكَنَا وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا وَابْعَثْ فِيهِمْ رَسُولًا مِّنْهُمْ يَتْلُو عَلَيْهِمْ آيَاتِكَ وَيُعَلِّمُهُمُ الْكِتَابَ وَالْحِكْمَةَ وَيُزَكِّيهِمْ إِنَّكَ أَنْتَ الْعَزِيزُ الْحَكِيمُ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബ ശരീഫ് പണിത് പൂർത്തിയാക്കിയ പാടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദർബാറിലേക്ക് നോക്കിക്കൊണ്ട് നടത്തിയ പ്രാർത്ഥന ശ്രദ്ധേയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചെയ്ത ദുആയിൽ പരമപ്രധാനമായ ദുആ, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക്. അല്ലാഹുവേ, നിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അതോതി കൊടുക്കുന്ന, അതിൻ്റെ ഉള്ളടക്കങ്ങളും അധ്യായങ്ങളും അറിയിച്ചു കൊടുക്കുന്ന, അത് പ്രബോധനം ചെയ്ത് സമുദായത്തെ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധാരകനായ, ഒരു അധ്യാപകനായ, അതിലൂടെ സംസ്കാരശൂന്യരായ ഈ അറബികളെ സംസ്കരിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രബോധകനെ, ഒരു പ്രഭാഷകനെ, ഒരു പ്രവാചകനെ ഈ മണ്ണിൽ നീ നിയോഗിക്കണമേ റബ്ബേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ശ്രദ്ധേയമാണ്. കഅബയുടെ മടിത്തട്ടിൽ നിന്നുകൊണ്ട് ആ മക്കയുടെ സ്പന്ദനം അറിയാൻ കഴിവുള്ള ഒരു പ്രവാചകന് വേണ്ടി 5000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി ചെയ്ത ദുആയുടെ ഫലമാ. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ഖാലൂ ലഹു, നബി തങ്ങളോട് ചോദിക്കുകയാ, അഖ്ബിർനീ അൻ നഫ്സിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരുമോ? അവിടുത്തെ വ്യക്തിത്വത്തെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് നൽകിയ മറുപടിയാണ്, നഅം അന ദഅവതു അബീ ഇബ്രാഹിം, അതേ, ഞാൻ ഇബ്രാഹിം നബിയുടെ ദുആയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് കഅബയുടെ പൂമുഖത്ത് വെച്ച് ചെയ്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഈ വിനീതൻ നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചത്. ഇതേ ആശയമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബയിൽ വെച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചത്. റബ്ബനാ وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم
വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇന്ന് മദ്രസകൾ എന്തിനാണ്? ഇന്ന് ദർസുകൾ എന്തിനാണ്? അറബി കോളേജുകൾ എന്തിനാണ്? പള്ളി ദർസുകൾ എന്തിനാണ്? ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾ മദ്രസകളിൽ പഠിക്കാൻ പോകുന്നതിന്റെ ലക്ഷ്യമെന്താ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 5000 വർഷങ്ങൾക്ക് മുമ്പ് കഅബയുടെ പൂമുഖത്ത് വെച്ച് ചെയ്ത ദുആയും 21ാം നൂറ്റാണ്ടിലെ മദ്രസയുമായി ബന്ധമുണ്ട് എന്നതിന്റെ തെളിവാ. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ ഗ്രന്ഥം ഓതിക്കൊടുക്കുവാനും അത് പഠിപ്പിച്ചു കൊടുക്കുവാനും അതിന്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കുവാനും അതിന്റെ നിജസ്ഥിതി അറിയിച്ചു കൊടുക്കുവാനും കഴിവുള്ള ഒരു ഗുരുനാഥനെ, ഒരു അധ്യാപകനെ ഈ മണ്ണിലേക്ക് നിയോഗിക്കണമേ അല്ലാ. സംസ്കാര ശൂന്യരായ ജനതയായിരുന്നു. സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കൾ അത് പെണ്ണായി പോയതിന്റെ പേരിൽ പരസ്യമായി ലജ്ജ കൊണ്ട് കുഴിച്ചു മൂടിയിരുന്ന കാടൻ നിയമത്തെ പരിശുദ്ധ ഖുർആനിന്റെ വജസ്സുകളിലൂടെ എന്നേക്കുമായി കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ മുഹമ്മദ് മുസ്തഫ. മക്കയുടെ മടിത്തട്ടിലൂടെ ഒരു ഗർഭിണി പെണ്ണ് നടന്നു പോയാൽ അവളുടെ ഉദരത്തിലേക്ക് നോക്കിക്കൊണ്ട് കാട്ടറബികൾ പരസ്പരം കൊഞ്ഞളിച്ചുകൊണ്ട് അവരോട് പറയും, ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടി ചർച്ച ചെയ്യും, ആ പെണ്ണിന്റെ ഉദരത്തിലുള്ളത് ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയാണോ? പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് കളി തമാശകളിലൂടെ ഒരു കൂട്ടര് പറയും ആ പെണ്ണിന്റെ ഉള്ളിലുള്ളത് ആണാണ്, മറ്റൊരു കൂട്ടര് പറയും അത് പെണ്ണാണ്. എന്നാൽ നമുക്കതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്തു കൊണ്ടുപോയി ജീവനോടെ നടന്നു വരുന്ന പെൺകുട്ടിയുടെ വയറ് കീറിയിട്ട് ആണോ പെണ്ണോ എന്ന് മനസ്സിലാക്കിയിരുന്ന കാടൻ നിയമത്തെ എന്നേക്കുമായി പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചു മുത്തു മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് വരുന്നതിന് മുമ്പ് ഭാര്യയുടെ സ്ഥാനം എന്തായിരുന്നു? ഉമ്മാന്റെ സ്ഥാനം എന്തായിരുന്നു? ഉപ്പാന്റെ സ്ഥാനം എന്തായിരുന്നു? ആങ്ങളെയും പെങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടമായിരുന്നു. ലൈംഗിക ആവശ്യത്തിന് വേണ്ടി, ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി സ്വന്തം ഉമ്മയെ പോലും സ്വന്തം പെങ്ങളെ പോലും ഉപയോഗിച്ചിരുന്ന കാടൻ നിയമത്തെ പരിശുദ്ധ ഖുർആനിന്റെ വജസ്സുകളിലൂടെ നിർമാർജനം ചെയ്ത മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖുർആനിന്റെ അധ്യായം ലോകത്ത് പഠിപ്പിച്ചതിലൂടെയാണ് അത് സാക്ഷാത്കരിക്കപ്പെട്ടതെങ്കിൽ അതിനെല്ലാം ഒരു ഉദാഹരണം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെങ്കിൽ ആ ഖുർആനിലൂടെ അല്ലാഹു ലോകത്തറിയിച്ചത് എന്താണ്? വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. സംസ്കാരമില്ലാത്ത സമുദായത്തിന് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. സംസ്കാര ശൂന്യരായ അറബികളെ സംസ്കാരത്തിന്റെ മടിത്തട്ടിലേക്ക് നയിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. വിദ്യയില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, വിവരമില്ലാതെ കഴിഞ്ഞുകൂടിയിരുന്ന കാട്ടറബികളെ വിജ്ഞാനത്തിന്റെ നഗരിയിലേക്ക് ക്ഷണിച്ച പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ വാക്കുകളെ ലോകത്ത് പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു അധ്യാപകനെ ഈ മക്കയുടെ മണ്ണിൽ നീ തെരഞ്ഞെടുക്ക് പടച്ചവനെ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തെങ്കിൽ ആ ദുആയുടെ ബർക്കത്താണ് അന ദഅവതു അബീ